ഞങ്ങളൊരു വലിയ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ് ഗൈസ്. ഇതേതാ സ്ഥലം എന്ന് വല്ല ഐഡിയ ഉണ്ടോ? എക്സാക്ട്ലി, നമ്മളിപ്പോൾ ദേറയിലാണ്. സോ വെൽക്കം ബാക്ക് ടു സെക്കൻഡ് വീഡിയോ ഇൻ ദ UAE സീരീസ്. ഞങ്ങളിപ്പോഴും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ തിരക്ക് പിടിച്ച് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ബൈ സം പെർഫ്യൂംസ്. യൂസഫ് ബൈ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാവാതിരിക്കില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല പ്ലസൻറ്റ് സ്മെല്ലും അതുപോലെ തന്നെ ഒരുപാട് ഫ്രാഗ്രൻസ് ഓയിൽ ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽസിലാക്കി വെച്ചേക്കുന്നത്, അതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മുടെ കയ്യിലുള്ള കുറച്ച് പെർഫ്യൂംസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ന്യൂ ബ്രാൻഡ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ പെർഫ്യൂംസ് നമുക്ക് ആ ഒരു സ്മെല്ലിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മളുടെ മെയിൻ പേർപ്പസ് ഉണ്ടായിരുന്നത്. അവിടെ ചെല്ലുന്നതിന് മുന്നേ കുറച്ച് കഥകളാണ് അറിഞ്ഞെങ്കിൽ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഒരുപാട് കഥകൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തു കേട്ടോ. എന്ത് പെട്ടെന്ന് അവരവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാം. അതുപോലെ തന്നെ എല്ലാവരും ഒരു ചിരിച്ച് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസും ആയിരുന്നു കേട്ടോ. യൂസഫ് ഭായിനെ പറ്റി അറിയും തോറും അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം കൂടി വരാണ് കേട്ടോ. ഭയങ്കര ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഡോക്ടർ ഓഫ് ഫ്രാഗ്രൻസ് ഫ്രം ദുബായ്സ് ദേറ ഹു ക്യാൻ റീക്രിയേറ്റ് എനി സെൻറ്റ്. അതാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് അവിടെ അറിഞ്ഞു വരുന്നത് കേട്ടോ. ബൈ ബർത്ത് അദ്ദേഹം ഒരു തൃശ്ശൂർക്കാരനാണ്, ഒരു മലയാളിയാണ്. ചാവക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. അവിടെ നിന്ന് ഖത്തറിലേക്ക് ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ദുബായിലോട്ട് വന്നു. ദുബായിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറിന് ഒരു പെർഫ്യൂം ഷോപ്പുണ്ട്. അവിടെ ബ്രാൻഡഡ് പെർഫ്യൂംസ് UAE ബേസ്ഡ് ആയിട്ടുള്ളത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂം ഷോപ്പ്. പിന്നെ യൂസഫ് ഭായ് ബ്രദറിൻ്റെ കൂടെ കൂടി അദ്ദേഹം വിചാരിച്ചു വി ക്യാൻ ലോഞ്ച് സം കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ്. ഒരു പെർഫ്യൂം ബാർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കസ്റ്റമേഴ്സിന് വേണ്ട എന്തൊക്കെ പെർഫ്യൂംസ് ആണോ അവരുടെ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസിന് വേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സിൻസ് ഒരു 26-27 ഇയേഴ്സ് ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരു ഡോക്ടർ ഓഫ് ഫ്രാഗ്രൻസ് ആയിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രാൻഡ്സ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് ഇത്ര അധികം അടിപൊളി ഒരു ഇമേജ് കിട്ടുന്നല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളുടെ ഇഷ്ടപ്പെട്ടവരുടെ നമുക്ക് ഒരുപാട് നമ്മളെ അടുത്തുണ്ടായിരുന്ന ആളുകൾ നമ്മളുടെ അടുത്തുനിന്ന് പോകുമ്പോൾ അവരുടെ കുറച്ച് മെമ്മറീസ് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. അവരുടെ സ്മെൽ, അവർ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു മെമ്മറീസ് വെച്ചിട്ട് അവരുടെ പഴയ ഡ്രസ്സ്, അതുപോലെ അവർ യൂസ് ചെയ്തിരുന്ന ഐറ്റംസിൽ നിന്ന് അവരുടെ ഫ്രാഗ്രൻസ് റെക്കഗ്നൈസ് ചെയ്ത് ആ സെയിം ഫ്രാഗ്രൻസിലുള്ള സെൻറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് പെർഫ്യൂംസ് ആക്കി കൊടുക്കും കേട്ടോ. അത് വളരെയധികം സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു അമ്മ അതിൻ്റെ 10 മാസമായിട്ടുള്ള കൊച്ച് മരിച്ച സമയത്ത് ആ കുട്ടിയുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് യൂസഫ് ഭായിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു റീക്രിയേറ്റ് ദ സ്മെൽ ഓഫ് ദ ചൈൽഡ്. അതേ സ്മെല്ലിൽ ആ കൊച്ചിൻ്റെ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് റീക്രിയേറ്റ് ചെയ്തിട്ട് പെർഫ്യൂം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള ഒരു ലേഡി മരിച്ചു പോയ ഹസ്ബൻഡിൻ്റെ ഒരു സ്മെല്ല് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് ആൻഡ് ഹി റീക്രിയേറ്റഡ്. അതുപോലെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരുണ്ടല്ലോ. ആൻഡ് ദാറ്റ് മീൻസ് ലോട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സർവീസിനൊന്നും ₹1 പോലും ഇവർ ചാർജ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ബ്രാൻഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വെരി റീസണബിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദ റൈറ്റ് പേഴ്സൺ ഇസ് യൂസഫ് ഭായ്. അപ്പോൾ അവിടേക്ക് പോവാം, നമുക്കിതുപോലെ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസൊക്കെ ഇതുപോലെ സീൽ ചെയ്ത് നമുക്ക് നല്ല ബോട്ടിൽസിലൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ വി ഫീൽ സോ ഹാപ്പി. ആൻഡ് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ അതിലും സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മലയാളീസ് ആയിരുന്നു. എക്സെപ്റ്റ് 1%, ബാക്കി എല്ലാ എംപ്ലോയീസും മലയാളീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചും കുറേ കാര്യങ്ങളും നമുക്കിങ്ങനെ അറിയാൻ പറ്റി കേട്ടോ.
അങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പെർഫ്യൂംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് അവർ മാഗ്നറ്റിക് സ്റ്റിററിൽ വെച്ച് സ്റ്റിർ ചെയ്ത് അതെല്ലാം ബോട്ടിൽസിലോട്ട് മാറ്റി നമുക്ക് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മളുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ആൻഡ് അത് കയ്യിൽ കിട്ടിയതും നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ യൂസുഫ്ബാരെ കൂടെ നിന്നൊരു ഫോട്ടോയും കൂടി എടുത്തിട്ട് നമ്മൾ ബൈ പറഞ്ഞിറങ്ങി. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ഫ്രണ്ട്സ്.